വേട്ടക്കുരുമകനീശ്വരന്റെ അവതാര മഹാത്മ്യകഥ ഇങ്ങനെയാണ്. അർജുനൻ പാശുപതാസ്ത്രത്തിനായി ശിവനെ തപസ് ചെയ്തു. തപസ്യയെ പരീക്ഷിക്കുന്നതിന് പാർവതീ പരമേശ്വരന്മാർ വേട്ടക്കാരുടെ, അതായത് കാട്ടാള രൂപം ധരിച്ചു. കാടിളക്കി നായാടി വരികയായിരുന്ന കിരാതരൂപികളിൽ ശിവൻ ഒരു പന്നിയെ അമ്പെയ്തു. അമ്പേറ്റ് അർജുന സമീപത്തോടുകൂടി ഓടുകയായിരുന്ന പന്നിയെ തപസ്സുണർന്ന പാർത്ഥനും അമ്പെയ്തു. അമ്പിനെ ചൊല്ലി അർജുനനും അംബികാപതിയും തമ്മിൽ തർക്കമായി. തർക്കം എത്തിച്ചേർന്നത് യുദ്ധത്തിൽ. പൊരിഞ്ഞ യുദ്ധം. പാർത്ഥന പരമേശ്വരനെ എടുത്തെറിഞ്ഞു. ബോധം കെട്ട് വീണ അർജുനൻ ബോധം വന്നപ്പോൾ പരമേശ്വരനെ പ്രാർത്ഥിച്ചു. മണ്ണുകൊണ്ട് ശിവലിംഗമുണ്ടാക്കി കയ്യിൽ കിട്ടിയ ഇലകളാൽ പൂജിച്ചു. ഇലകൾ കാട്ടാള ദമ്പതികളിൽ പതിക്കുന്നത് അർജുനൻ കണ്ടു. സൂക്ഷിച്ചു നോക്കി. അപ്പോൾ കണ്ടത് പത്നി സമേതം നിൽക്കുന്ന തന്റെ ഉപാസനാമൂർത്തിയെ. അർജുനൻ സാഷ്ടാംഗം പ്രണമിച്ച് മാപ്പപേക്ഷിച്ചു. ശിവൻ സന്തുഷ്ടനായി പാശുപതാസ്ത്രവും കൊടുത്തു. എന്നാൽ ഗിരിജാഗിരീശന്മാർ കുറെ കാലത്തേക്ക് യഥാർത്ഥ രൂപം ധരിച്ച് കൈലാസത്തിലേക്ക് മടങ്ങിയില്ല. കാട്ടാള വേഷത്തിൽ തന്നെ സഞ്ചരിച്ചു. നാടും നഗരവും കാടും തോടുമെല്ലാം അവരുടെ സഞ്ചാരത്തിന് വിധേയമായി. തികഞ്ഞ മാനസികോല്ലാസത്തോടെ കഴിയുമ്പോൾ സുധാനദീ ജലോപാന്തത്തിന്റെ നനഞ്ഞ മണൽത്തിട്ടയിൽ പിറന്ന പൊന്മകനാണ് വേട്ടക്കുരുമകനായി മാറിയത്. പിറന്നപ്പോൾ തന്നെ വളർന്നു വലുതായ വേട്ടക്കുരുമകൻ താതമാതാക്കളുടെ അനുഗ്രഹത്തോടെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി കുറുമ്പ്രാതിരി നാട്ടിലെത്തി. ബാലുശ്ശേരിയിലെ അഭിജാത നായർ തറവാടായ കാറകുറയില്ലത്തെ ഒരു യുവതിയെ ഉള്ളിയൂർക്കാവിൽ വെച്ച് കാണുന്നു. ആ സ്ത്രീയെ വേട്ടക്കുരുമകനീശ്വരൻ വേളി കഴിച്ചു എന്ന് കഥ. പീലിമുടി ശിരോലങ്കാരമാക്കി കട്ടാരം പുള്ളി മുഖത്തെഴുത്തും കരിന്താടിയും